നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇവിടെ ഷെറിന് വേണ്ടി ഒരു മന്ത്രിസഭ ഒന്നാകെ മുറവിളി കൂട്ടുമ്പോൾ ആ ഫയൽ ഇപ്പോഴും രാജ്ഭവനിൽ എത്തിയിട്ടില്ല. ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷയിളവ് നൽകി ജയിൽ മോചിതയാക്കാനുള്ള സർക്കാർ ശുപാർശയിൽ കൂടുതൽ വിശദീകരണം തേടാൻ രാജ്ഭവൻ ഒരുങ്ങുകയാണ്. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് രാജ്ഭവൻ എത്തിയിട്ടുള്ളത്. ഫയൽ പരിശോധിച്ച് നിയമവശങ്ങൾ പരിശോധിച്ച് കൂടുതൽ വിശദീകരണത്തിനായി മടക്കും. ഉടൻ തീരുമാനമുണ്ടാകില്ല. നിലവിൽ ശിക്ഷാ ഇളവിനായി സർക്കാർ ശുപാർശ ചെയ്ത ഒരു തടവുകാരിയുടെ ഫയൽ ഗവർണറുടെ തീരുമാനം കാത്തും രാജ്ഭവനിലുണ്ട്. ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭ ഷെറിന്റെ ശിക്ഷ ഇളവ് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ഇത് സംബന്ധിച്ച ഫയൽ രാജ്ഭവനിൽ എത്തിയിട്ടില്ല. 3 ജീവപര്യന്തം ലഭിച്ച ഷെറിനെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 14 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ മുറയ്ക്കാണ് അവർക്ക് ശിക്ഷ ഇളവിനായി സർക്കാർ ശുപാർശ ചെയ്തത്. ജീവപര്യന്തം സംബന്ധിച്ച മുൻകാല സുപ്രീം കോടതി വിധികളും രാജ്ഭവൻ ശേഖരിക്കുന്നുണ്ട്. ഷെറിന്റെ കാര്യത്തിൽ സർക്കാർ അസാധാരണമായി തിടുക്കം കാട്ടിയെന്ന വാർത്തകൾ രാജ്ഭവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു മന്ത്രി ഷെറിന്റെ മോചനത്തിനായി ഇടപെട്ടുവെന്നും ഇക്കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മരിച്ച കാരണവരുടെ ബന്ധു പറഞ്ഞിരുന്നു. പരാതിയും നൽകും. ഇതെല്ലാം മനസ്സിലാക്കിയാണ് രാജ്ഭവൻ നീങ്ങുന്നത്. ആ ഫയൽ രാജ്ഭവനിലേക്ക് സർക്കാർ അയക്കാൻ ഇടയില്ലെന്നും സൂചനയുണ്ട്. CPM ഒരു വിഭാഗം എതിർപ്പിലാണ്. എന്നാൽ ഫയൽ രാജ്ഭവന് കൈമാറാമെന്നും തീരുമാനത്തിനായി സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിൽ മോചിതയാകാനുള്ള സാധ്യത കുറവെന്നാണ് ഉയരുന്ന വിലയിരുത്തൽ. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം രാജ്ഭവൻ അംഗീകരിക്കാൻ ഇടയില്ല. എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര ആറിലേക്ക് കത്തേടും. വിശദ നിയമോപദേശവും തേടും. ഏത് സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ശിക്ഷ ഇളവ് നൽകുന്നതെന്നും പരിശോധിക്കും. ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നും പരിശോധിക്കും. ഗവർണർ തള്ളുന്നെങ്കിൽ തള്ളട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും സൂചനയുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ചില്ലെങ്കിലും ഷെറിൻ പുറത്തു പോകുന്നതിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ മനസ്സില്ലെന്നാണ് സൂചന. ഷെറിനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിനെ ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് അകാല വിടുതൽ അനുവദിക്കുന്നതിനെ ഗവർണർക്ക് ഉപദേശം നൽകാൻ മാത്രമാണ് മന്ത്രിസഭാ യോഗം തീരുമാനം. കണ്ണൂർ വിമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൽ ഓഗസ്റ്റ് 8 കൂടി ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ചാണ് നടപടി. ഇതിൽ രാജ്ഭവൻ അന്തിമ തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. ഉപദേശക സമിതിയുടെ ശുപാർശ കിട്ടിയതുകൊണ്ട് ഫയൽ മുമ്പോട്ട് നീക്കിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ ഫയലിൽ തീരുമാനമെടുക്കാൻ രാജ്ഭവനിൽ സർക്കാർ സമ്മർദ്ദവും ചെലുത്തില്ല. നിയമവശങ്ങൾ നോക്കി ഗവർണർ എടുക്കുന്ന തീരുമാനം സർക്കാർ അംഗീകരിക്കും. ഒരു ഘടകകക്ഷി സമ്മർദ്ദമാണ് ഈ ഫയലിന് പിന്നിലെന്നാണ് സൂചന. അത് പരിഗണിച്ചാണ് മന്ത്രിസഭയുടെ അനുമതി. ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്ത് നിർണായക ചർച്ചയാകാൻ ഇരിക്കുമ്പോൾ ആരെയും പിടക്കാൻ സർക്കാരും CPM ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് അസാധാരണ ഫയലിൽ അസാധാരണ തീരുമാനം സർക്കാർ എടുത്തത്. പക്ഷെ വിട്ടയക്കണമെങ്കിൽ ഗവർണറുടെ അനുമതി അനിവാര്യതയാണ്. അമേരിക്കയ്ക്ക് പറക്കാനാണ് ഷെറിൻ ആഗ്രഹിക്കുന്നതെന്നാണ് സൂചന. അതിന് പക്ഷേ ഗവർണറുടെ അനുമതി അനിവാര്യതയാണ്. ഷെറിന്റെ ശിക്ഷ 14 വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇളവ് മന്ത്രി പരിഗണിച്ചത്. 2009 നവംബർ 7-നാണ് ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ. കാരണവരുടെ കുടുംബത്തോടടക്കം അഭിപ്രായം തേടി വേണമായിരുന്നു സർക്കാർ തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് സൂചന. സ്വത്തിൽ നിന്നും ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ്. ഷെറിനായിരുന്നു കേസിൽ 1-ാം പ്രതിയായത്. ഷെറിനും ആൺസുഹൃത്തും ചേർന്ന് കാരണവരെ കൊലപ്പെടുത്തുകയായിരുന്നു. ശാരീരിക വെല്ലുവിളികളുള്ള ഇളയ മകൻ വിനു പീറ്റർ ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു 2001 ഇവർ വിവാഹിതരായത്. പക്ഷേ വൈകാതെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി. ഷെറിന്റെ വഴിവിട്ട ബന്ധുക്കളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തൃപിതാവ് വധിക്കപ്പെട്ടു. അക്കാലത്ത് സാമൂഹിക മാധ്യമമായ ഓർക്കൂട്ടും മൊബൈലും വഴി ഷെറിന്റെ പുരുഷ സൗഹൃദ വലയം വിപുലീകരിച്ചു. ഇതോടെ ഷെറിന് തന്റെ വസ്തുവിലുള്ള അവകാശം ഒഴിവാക്കി കാരണവർ പുതിയ ധനനിശ്ചയ ആധാരമുണ്ടാക്കി. സാമ്പത്തിക അച്ചടക്കത്തിന് കാരണവർ ശ്രമിച്ചതോടെ പലരിൽ നിന്നും ഷെറിൻ പണം കടം വാങ്ങാൻ തുടങ്ങി. കാരണവരാണ് അതെല്ലാം വീട്ടിയത്. ഓർക്കൂട്ട് വഴിയെത്തിയ സന്ദർശകനായിരുന്നു കേസിലെ 2-ാം പ്രതിയായ ബാസിത്ത് അലി. മറ്റു 2 പ്രതികളും സുഹൃത്തുക്കളായ ഷാനു റഷീദ്, നിതിൻ എന്നിവർക്കൊപ്പം എത്തിയാണ് കാരണവരെ വധിക്കുന്നത്.
ജയിൽ ജീവിതത്തിനിടെ നിരവധി വിവാദങ്ങൾ ഷെറിന്റെ പേരിൽ ഉയർന്നിരുന്നു. ജൂൺ 11-നാണ് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയത്. തുടർന്ന് ഇവരെ നെയ്യാറ്റിക്കര വനിതാ ജയിലിലേക്ക് മാറ്റി അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2015 മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കൂടെ അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു. കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും ഉയർന്നു. 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി. ഇതെല്ലാം വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ബ്യൂട്ടി പാർലർ സമാനമായ സൗകര്യങ്ങൾ ഷെറിന് ജയിലിൽ കിട്ടിയെന്നും ആരോപണമുണ്ടായിരുന്നു. ഇങ്ങനെ ജയിൽവാസ കാലത്ത് നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഷെറിനാണ് നല്ല നടപ്പിന്റെ ആനുകൂല്യം കിട്ടുന്നത്. നേരത്തെയും ഷെറിന് ശിക്ഷയിളവ് നൽകാൻ സർക്കാർ തലത്തിൽ നീക്കമുണ്ടായിരുന്നു. ജയിൽ ജീവനക്കാരോടും സഹതടവുകാരോടും മോശമായി പെരുമാറിയതിനാണ് അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഷെറിനെ വിയ്യൂരിലേക്ക് മാറ്റിയത്. പരാതികൾ നിലനിൽക്കെ തന്നെ ഷെറിനെ വീണ്ടും അട്ടക്കുളങ്ങരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും ചർച്ചകളിലെത്തി. കൊലക്കേസ് പ്രതിയായ ഷെറിനെ ജയിലിനുള്ളിൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കാൻ ആരോപണങ്ങൾക്കിടെയാണ് 2017 മറ്റൊരു ജയിൽ മാറ്റം കൂടി നടന്നത്. ജയിൽ സൂപ്രണ്ടിനോടും സഹതടവുകാരോടും മോശമായി പെരുമാറിയത് കൂടാതെ പരോളിനിറങ്ങാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതും പിടിക്കപ്പെട്ടതോടെയാണ് ഷെറിന് അട്ടക്കുളങ്ങരയിൽ നിന്ന് വിയൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയത്. ഇവിടെയും ഷെറിന് ജീവനക്കാരുമായി നിരന്തര പ്രശ്നങ്ങളുണ്ടായി. സന്ദർശകരുമായി സംസാരിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതും ജയിൽ ചിട്ടകൾ പാലിക്കാത്തതുമായിരുന്നു കാരണം. ഷെറിന് അടുക്കള ജോലി കൊടുത്തപ്പോഴും ഉന്നത സമ്മർദ്ദം വന്ന് അത് ഒഴിവാക്കി. ഏതായാലും തുടക്കം മുതൽ തന്നെ ഷെറിനെ പുറത്തിറക്കാൻ പലതരത്തിലുള്ള ഉന്നതന്മാരും പുറത്ത് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും ആ ഫയൽ ഇപ്പോഴും രാജ്ഭവനിൽ എത്തിയിട്ടില്ല.